അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ചരിത്രം പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ വാപ്പയുണ്ട്, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മൾ 5 നേരം നിസ്കരിച്ചിട്ട് ദ്വാരക്കണം, മിക്കവാറും ദുആ ഇബ്രാഹിം നബി മക്കൾക്ക് ദ്വാരുന്ന ദുആയാണ്. 5 നേരം നിസ്കരിച്ച് നമ്മളിങ്ങനെ ദ്വാരക്കൂലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആരെ ദുആയാണ്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആരെ ദുആയാണ്? സയ്യിദുനാ ഇബ്രാഹിം. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയില്ലേ, ശരിക്ക് അഫ്ദലു ഇബാദാത്തിൽ ബദനി അസ്സലാത്തു ആണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ദലായത് നിസ്കാരാണ്. എന്നാൽ അഫ്ദല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലാകേണ്ടിയിരിക്കും, അഫ്ദല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ശരിക്കും നിസ്കരിച്ചുമ്പോൾ എന്താ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ പറയണ്ടേ. പിന്നെ നമ്മൾ എന്താ പറയണത്? അല്ലാഹു അക്ബർ. എന്താ കാരണം? അവ്വലു മൻ ഖാലഹ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയായിട്ടുള്ള ബന്ധാണത്. ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആള് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി നമ്മളെ വാപ്പയാണ്. അനഫി മില്ലത്തി അബി ഇബ്രാഹിം ഹബീബുനാ റസൂലുള്ളാഹി. ഞാൻ എൻ്റെ വാപ്പയാകുന്ന ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തവക്കുലാണ് സംസം വെള്ളം. വാപ്പേണതേ, വാപ്പാന്റെ ആഗ്രഹമാണത്, വാപ്പാന്റെ തവക്കുല. കുട്ടികളെ നന്നാവാൻ എന്താ വേണ്ടത്? കുട്ടികളെ അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു നേരവും. ഇബ്രാഹിം നബി തവക്കുലാക്കി. മക്കയിൽ കൊണ്ടുചെന്നിട്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും താമസിപ്പിച്ച് മടങ്ങുമ്പോ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹ് പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അല്ലാഹ് പറഞ്ഞാ ചെയ്യണെന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നഅം, അതേ അല്ലാഹ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളെ, ഇത് രണ്ടും ഫാനാകുന്നു. ഇത് രണ്ടും എന്താണ്? ഈ രണ്ട് സാധനവും ഫാനാകുന്നു. കുറച്ച് വലിയ ഫാനാണ്, കൂടുതൽ ആളുകൾക്ക് കാറ്റ് കിട്ടും. ആ ആൾക്കാരത് നേരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത് മനസ്സിലാകായിട്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കിയാണ്ട് നിൽക്കണ്ട വെച്ചിട്ട് പറഞ്ഞെന്താണ്. ഇനി ഒന്നുകൂടി വിശദീകരിച്ച് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വയന്ന് പറയണോ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയെങ്കിലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പലതും ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയെങ്കിലേ വയലുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും വയലില്ല. കാരണം എന്താ പറയുക, നിങ്ങൾ എഡിറ്റ് ചെയ്യാനില്ല, ബാക്കി കേട്ടാൽ മതി. അങ്ങനെ സംഭവമല്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാനുള്ളതും ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ വേറെ എന്ത് പണിയെടുത്താലും ഞാൻ നിങ്ങളാ പണിയുടെ ഒപ്പം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടിയും ചെയ്യാം. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഒരു യാനബിയൊക്കെ ഒന്ന് ചൊല്ലിക്കാണി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. കാലിന്റെ മുട്ടിന് വേദന ഉള്ളവർ നടക്കുമ്പോ യാനബി അല്ലേ മതി എന്നാണ്. മുട്ടുവേദന മാറും. തൽസമാദിന്റെ കിതാബിലുണ്ട്. കാലിന്റെ മുട്ടുവേദന ഉള്ളവരൊക്കെ നടക്കുമ്പോ അങ്ങനെ യാനബി അല്ല, യാനബി സലാം മനസ്സുകൊണ്ട് നടക്കുക എല്ലാവരും. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഇങ്ങോട്ട് നോക്കിക്കോളി, ഇങ്ങോട്ട് നോക്കിക്കോളി എല്ലാവരും. വാപ്പാക്ക് ഏറ്റവും കൂടുതൽ പരിഗണന ഉണ്ടായിരിക്കണം. ഉമ്മാനെ പിന്നെ എന്താ പറയാത്ത വെച്ചാൽ ഉമ്മാനെ എല്ലാവരും പറയും, ഉമ്മാനെ എല്ലാവരും പറയും. അതുകൊണ്ട് ഞാൻ പറയണില്ല എന്നേ ഉള്ളൂ. വാപ്പാൻ അങ്ങനെ എല്ലാവരും പറയില്ല. വാപ്പ ഭയങ്കര സംഭവമാണ്. വാപ്പ ഭയങ്കരാണ്. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്.
ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. എന്തേ കാരണം? വാപ്പാന്റെ ദുആയാണ്. സയ്യിദുനാ ഇബ്രാഹിം ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോകുമ്പോ ചെറിയ ഒരു കുന്നിന്റെ മറുവശത്തെത്തിയപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ മക്കൾക്ക് ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേ. ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. അതിന്റെ കാരണം വാപ്പാന്റെ ദുആയാണ്. സ്വർഗത്തിലെ ഏറ്റവും നല്ല ഭക്ഷണവും പഴമാണ്. എന്തേ കാരണം? വാപ്പാന്റെ ദുആ തന്നെ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാനാ. അതാണ് വാപ്പ. ചരിത്രത്തിൽ അറിയപ്പെടുന്ന വാപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം. മില്ലത അബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. നിങ്ങൾ നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ്. അദ്ദേഹമാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് വെച്ചിരിക്കുന്നത്. ആ വാപ്പ. അതുകൊണ്ട് വാപ്പാക്ക് വലിയ സ്ഥാനം ഉണ്ടാവണം. വാപ്പാനെ പരിഗണിക്കാത്തവന് 5 പൈസക്ക് പറ്റില്ല. ജീവിതത്തിൽ എപ്പോഴും പിതാവിന് പരിഗണനയുണ്ടായിരിക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാപ്പാനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മഹ്ശറയിൽ വെച്ച് ഒരു മനുഷ്യൻ ആദ്യമായി കണ്ടുമുട്ടുന്നത് അവന്റെ വാപ്പാനെ ആയിരിക്കുമെന്നാണ് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറയിൽ പുനർജന്മം ഉണ്ടാകുമ്പോ മനുഷ്യൻ എഴുന്നേൽക്കുമ്പോ മൂത്ത മകൻ വാപ്പാനെ കണ്ടുമുട്ടുമെന്നും ദുനിയാവിൽ അല്ലാഹു നമ്മളെ ഒരുമിപ്പിച്ചതുപോലെ ആഖിറത്തിലും ഒരുമിപ്പിച്ചല്ലോ എന്ന് സന്തോഷത്തോടുകൂടെ വാപ്പാനെ കണ്ട് പറയുമെന്നും അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ കാണാ അവന്റെ വാപ്പാനെ. അത് നമ്മൾ 5 പൈസക്ക് വകയില്ലാതാക്കി അതിനെന്തിനാ പറ്റുക? അതുകൊണ്ട് പിതാവിന് വലിയ പരിഗണന നൽകണം. എന്റെ വാപ്പ എന്നുള്ളത് ഒരു അഭിമാനമായിരിക്കണം. ഭയങ്കര അഭിമാനാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. നബി തങ്ങൾക്ക് സുഖല്ലേ, ഇമാമക്കാൻ പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്ന് നിസ്കാരം ആരംഭിച്ചു. നിസ്കാരം തുടങ്ങിയതിനു ശേഷം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് കഴിയുന്നത് പോലെ നടന്നിങ്ങനെ വരുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പൊ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ബാക്കിൽ ഇറങ്ങി. നബി തങ്ങൾ കൈയോണ്ട് ആംഗ്യം കാണിച്ചു, സിദ്ദീഖേ അവിടെ തന്നെ നിന്നോന്ന്. രണ്ടാമതും ഇറങ്ങി, അപ്പോഴും ആംഗ്യം കാണിച്ചു. മൂന്നാമതും ഇറങ്ങി, അപ്പോഴും ആംഗ്യം കാണിച്ചു, അവിടെ തന്നെ നിന്നോന്ന്. മൂപ്പര് നിന്നില്ല, ഇറങ്ങി. നബി തങ്ങൾ കഴിയും പോലെ വന്ന് മിഹ്റാബിൽ കയറി ഇമാമായി നിന്ന് നിസ്കരിച്ചു. സലാം വീട്ടിയതിനു ശേഷം തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, അല്ലയോ അബൂബക്കർ, ഞാൻ അല്ലാഹുവിന്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ് ഷഹിദു. അതെ അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ റസൂലാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ്. നിങ്ങൾ നബിയാണ്, ഞാൻ അതിന് സാക്ഷിയാണ് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഞാൻ നിങ്ങളോട് 3 തവണ ഇമാമത്ത് നിൽക്കാൻ കൽപ്പിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പിറകോട്ട് മാറിയത് എന്ന് ചോദിച്ചു. എന്റെ ഒരു കൽപ്പന നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ മുമ്പിൽ നിന്ന് ഇമാമായി നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്ന എന്റെ വാപ്പാക്ക് ജനിച്ചിട്ടില്ല. അതാണ് വാപ്പാന്റെ പൗരം പറഞ്ഞാല്. വാപ്പാന്റെ ഗുണം മക്കൾക്ക് ഉണ്ടാവും. അൽ വാലിദു സിർറു അബീഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മകൻ വാപ്പാന്റെ രഹസ്യമാണെന്ന് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വാപ്പ പറഞ്ഞത്. മനുഷ്യന്റെ വലിയൊരു അഭിമാനമാണ് അവന്റെ വാപ്പ. അതുകൊണ്ട് വാപ്പാക്ക് പ്രാധാന്യം നൽകാത്തവന് ഈ ഉമ്മത്തിൽ ഒരു സ്ഥാനമില്ല. ഞാൻ എന്തുകൊണ്ട് അതെന്നെ പറഞ്ഞു എന്ന് ചോദിച്ചാല്, ഉമ്മാനെ പറയേണ്ടത് തന്നെയാണ്, പറയണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഉമ്മാനെ എല്ലാവരും പറയും. ഉമ്മാനെ എല്ലാവരും പറയുമ്പോ നമുക്ക് തോന്നി എന്ത്, ഉമ്മാനെ മാത്രം പരിഗണിച്ചാൽ മതി, വാപ്പ മീൻ കൊണ്ടുവരാനായിക്കോട്ടെ, വാപ്പ മാർക്കറ്റിൽ നിന്ന് മീൻ കൊണ്ടുവരാൻ. അങ്ങനെയല്ല, മീൻ കൊടുന്നോട്ടെ, മൂപ്പര് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജീവിതത്തിൽ എന്തൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വാപ്പാനോടൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കി. നിങ്ങൾ ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും പിതാവിനോട് അഭിപ്രായം ചോദിക്കണം, വാപ്പാനോട് അഭിപ്രായം ചോദിക്കണം എന്നാണ്.
വാപ്പ ഒരു മനുഷ്യന്റെ രഹസ്യമാണ്. അൽ വാലിദു സിർറു അബീഹി, വാപ്പ മനുഷ്യന്റെ രഹസ്യമാകുന്നു എന്ന് മുഹമ്മദ് നബി മകൻ പിതാവിന്റെ രഹസ്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം, നന്മയിലും തിന്മയിലും സെയിമാണ്. ബഹുമാനപ്പെട്ട അബുൽ ബഷറായ ആദം നബി അലൈഹിസ്സലാമിന് 2 മക്കളുണ്ടായി. ഒരു മകൻ മറ്റൊരു മകനെ കൊന്നു. അതിന്റെ കാരണം അസൂയയായിരുന്നു. അസൂയയുടെ കാരണം ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി മറന്നുകൊണ്ട് പറിച്ചതായിരുന്നു. വാപ്പാന്റെ മറവിയാണ് മകന്റെ അസൂയയുടെ കാരണമായി വന്നത് എന്ന് താരീഖിൽ കാണാം. വാപ്പാന്റെ രഹസ്യമാണ് മകൻ. വാപ്പാക്ക് എന്താ ഗുണം അത് മകനിലുണ്ടാവും. അതുകൊണ്ട് തന്നെ മകന് അവന്റെ വാപ്പ വലിയ അഭിമാനമായിരിക്കണം.